ദൂത് പറഞ്ഞ് പ്രാർത്ഥിപ്പാൻ താല്പര്യപ്പെടുന്നു. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 3-ാമത്തെ അധ്യായം 25-ാമത്തെ വാക്യം. അതിന് അവൻ 4 പുരുഷന്മാർ കെട്ടഴിഞ്ഞ തീയിൽ നടക്കുന്നത് ഞാൻ കാണുന്നു. അവർക്ക് ഒരു കേടും തട്ടിയിട്ടില്ല. 4-മത്തവന്റെ രൂപം ഒരു ദൈവദൂതനോട് ഒത്തിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. സ്തോത്രം. നെബൂഖദ്നേസർ രാജാവ് പ്രാർത്ഥിക്കുന്ന 4 പേരെ പിടിച്ചു. ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോവും ദാനിയേൽ. ഇതിൽ 3 പേരെ കെട്ടി തീക്കകത്തേക്ക് ഇട്ടു. 7 മടങ്ങ് തീ അതിൻ്റെ കാഠിന്യതയിൽ ജ്വലിക്കുമ്പോൾ ആ തീക്കകത്ത് പ്രാർത്ഥിക്കുന്നവനെ കെട്ടി അതിനകത്തേക്ക് തള്ളി ദാനിയേലിനെ സിംഹത്തിൻ്റെ കൂട്ടിനകത്ത് വിട്ടു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ നെബൂഖദ്നേസർ രാജാവ് നോക്കുമ്പോൾ 4 പേര് അതിനകത്ത് കെട്ടഴിഞ്ഞ് നടക്കുന്നു. 3 പേരെ ഇട്ടത്, 4 പേര് അതിനകത്ത് കെട്ടഴിഞ്ഞ് നടക്കുന്നു. അതിൽ 4-മത്തവന്റെ രൂപം, നെബൂഖദ്നേസർ രാജാവ് കാണുന്ന 4-മത്തവന്റെ രൂപം ദൈവദൂതനോട് ഒത്തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നെബൂഖദ്നേസർ രാജാവ് ദൈവദൂതനെ കണ്ടിട്ടുണ്ട്. സ്തോത്രം. ആമേൻ. വളരെ വ്യക്തമായി താൻ കാണുന്ന വെളിപ്പാടാ. സ്തോത്രം. എന്നാൽ ഈ 3 ബാലന്മാരെ പിടിച്ച് കെട്ടിയ അവരെല്ലാവരും ചാരമായി പോയി. പക്ഷേ ഈ തീയുടെ കാഠിന്യ നിമിത്തം ഈ ബാലന്മാർ ഞൊടിയിടയിൽ തകർന്നു പോകേണ്ടതാ. പക്ഷേ ഇവരുടെ മേൽ വ്യാപരിക്കുന്ന ഒരു അഭിഷേകമുണ്ടായിരുന്നു. സ്തോത്രം. ഇവരെ തകർക്കാൻ കഴിയാതെ, ഇവരെ ഒതുക്കാൻ കഴിയാതെ, ഇവരെ ഒരിക്കലും നശിപ്പിക്കാൻ കഴിയാത്ത ഒരു അഭിഷേകം ഇവരുടെ മേൽ വ്യാപരിച്ചു. സ്തോത്രം. നമുക്കറിയാം, ഇവരെ അടിമകളാക്കി പിടിച്ചുകൊണ്ട് വന്നതാണ്. എന്നാൽ അതിനകത്ത് നിന്ന് പ്രാർത്ഥിക്കുന്ന ഇവരെ 4 പേരെയും സ്തോത്രം പിടിച്ചു. ആമേൻ. ദാനിയേലിനെ സിംഹത്തിൻ്റെ കൂട്ടിലും ഇവരെ 3 പേരെ തീച്ചൂളയിൽ വിട്ടു. ആമേൻ. ഇടാൻ വരുന്നതിന് തൊട്ട് മുമ്പ് രാജാവ് പറഞ്ഞൊരു കാര്യമാണ്, ഈ തീക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? 7 മടങ്ങ് ആമേൻ തീ കൂട്ടണം. പ്രൈസ് ദി ലോർഡ്. കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഇതിനകത്തിട്ടവരല്ല ഇത്, അതുപോലെയുള്ള വ്യക്തികളല്ല. ഇവർ 4 പേരും ശക്തന്മാരാ. അപ്പോ ഇവരെ 3 പേരെയും തീക്കകത്തിട്ട് കഴിഞ്ഞാൽ തക്ഷണം ഇവർ വെന്ത് മരിക്കും. കാരണം ദാനിയേലിനെ സിംഹത്തിന്റെ കൂട്ടിലും ഇടാം എന്നുള്ള ചിന്ത ഇവർ രാജാവിൽ ഭരിച്ചു. നല്ല കാര്യമാണ്. പക്ഷേ രാജാവിന് തെറ്റുപറ്റി. ശ്രദ്ധിക്കണമേ. ഇവരെ 3 പേരെയും കെട്ടി തീക്കകത്തിട്ടപ്പോ 4-മനൊരുവൻ ആ തീക്കകത്ത് ഇറങ്ങി വന്നു. ഇന്ന് പ്രഭാതത്തിൽ 4-മനൊരുവൻ നിന്റെ കാര്യാദികൾക്ക് വേണ്ടി സംസാരിക്കാൻ പോകുകയാ. 4-മത് നിന്നോട് സംസാരിക്കാൻ, നിന്നോട് ഇടപെടാൻ, നിന്നെ തീക്കകത്തെന്ന് മാത്രമല്ല ഏത് പ്രശ്നത്തിൽ നിന്നും നിന്നെ പുറത്തു കൊണ്ടുവരാൻ 4-മതൊരുവൻ ആ തീക്കകത്തേക്ക് ഇറങ്ങി നിൽക്കുകയാ. ഇന്ന് ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന അഭിഷക്തന്മാരെ, അഭിഷക്തമാരെ, നിങ്ങളേത് തീക്കകത്തൂടെ കടന്നു പോയാലും അതിനകത്ത് സ്വർഗത്തിലെ ദൈവം ഇറങ്ങി വരും. ഏത് പ്രതികൂലത്തിൽ കൂടെ കടന്നു പോയാലും അതിനകത്ത് സ്വർഗത്തിലെ ദൈവം ഇറങ്ങി നിൽക്കും. ഏത് ശോധനയിൽ കൂടെ നിങ്ങളെ കടത്തിവിട്ടാലും അതിനകത്ത് ദൈവം ഇറങ്ങി നിൽക്കും. കാരണം നിങ്ങൾ ദൈവത്തിൻ്റെ വകയാണ്. നിങ്ങൾ ദൈവത്തിൻ്റെ വകയാണ്. അതുകൊണ്ട് നിങ്ങളെ ഒരിക്കലും തകർക്കുവാൻ കഴിയില്ല, ഒരിക്കലും നിങ്ങളെ ഉടച്ചു കളയാൻ കഴിയില്ല. നിങ്ങൾ ദൈവത്താൽ വേർതിരിക്കപ്പെട്ട ദൈവ പൈതലാ. ഇന്ന് പകൽ നമ്മുടെ കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായി സ്തോത്രം. എല്ലാ അഭിഷക്തന്മാരെയും, അവരുടെ വാഹനങ്ങൾ, കുഞ്ഞുങ്ങൾ, അവരെ ഏൽപ്പിച്ച സഭകൾ, വിശ്വാസികൾ, കർത്താവെ, ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവർ എല്ലാവരെയും കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. വാർദ്ധക്യത്തിലായിരിക്കുന്നവരുണ്ട് കർത്താവെ, എല്ലാവരെയും അങ്ങയുടെ പുണ്യകരത്തിലേക്ക് ഏൽപ്പിക്കുന്നു. ഇന്ന് പകൽ അവരുടെ ജീവിതത്തിൽ 4-മനായ ഒരുവൻ
അവരുടെ നടുവിൽ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ഈ പ്രഭാതം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.